എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 14-ാം തീയതി പുതിയതായി OTTയിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു മലയാളം സൈബർ ക്രൈം ത്രില്ലർ മൂവിയാണ് അച്യുതാവതാരം. പുനീത് ആരാധ്യ സംവിധാനം ചെയ്ത് 2026 ജൂലൈ മാസം റിലീസ് ചെയ്ത ഈ സിനിമയിൽ അച്യുത എന്ന പെൺകുട്ടിയുടെ കുടുംബം ഒരു അന്താരാഷ്ട്ര സൈബർ തട്ടിപ്പ് ശൃംഖലയുടെ കെണിയിൽ അകപ്പെടുന്നു. അങ്ങനെ അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുന്നു. നിയമപരമായ വഴികളിലൂടെ നീതി ലഭിക്കാതെ വന്നപ്പോൾ തങ്ങളുടെ ജീവിതത്തെ തകർത്ത ഡിജിറ്റൽ അധോലോകത്തിനെതിരെ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് പോരാടാൻ ഇറങ്ങിത്തിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. മാളവിക നന്ദൻ, അവിനാഷ്, സീമാജി നായർ, വിഷ്ണു വിജയൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണം ലഭിച്ച ഈ സിനിമ കുറഞ്ഞ ബഡ്ജറ്റിൽ പുതുവങ്ങളെ വെച്ച് നടത്തിയ നല്ലൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇന്ത്യക്ക് വെളിയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്കു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ഫോറസ്റ്റ് ഗാർഡ്. MC ജോസഫിന്റെ സംവിധാനത്തിൽ കതിർ, ഷൈൻ ടോം ചാക്കോ, ഹക്കീം ഷാ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ കാടിനുള്ളിൽ ഒത്തുകൂടുന്നു. ഈ ഒത്തുചേരൽ പെട്ടെന്ന് തന്നെ അപകടകരമായ ഒരു തലത്തിലേക്ക് വഴിമാറുന്നു. സുഹൃത്തുക്കൾക്കിടയിലെ ചതിയും വഞ്ചനയും പുറത്തുവരുന്നതോടെ മിഥുൻ എന്ന പ്രധാന കഥാപാത്രത്തിന്റെ രാത്രി തികച്ചും ഒരു അതിജീവന പോരാട്ടമായി മാറുന്നു. ഫോണിന് സിഗ്നൽ പോലും ഇല്ലാത്ത, സഹായത്തിന് ആരുമില്ലാത്ത നിബിഡ വനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ജീവൻ നിലനിർത്താൻ കഥാപാത്രങ്ങൾ നടത്തുന്ന പോരാട്ടമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ശ്വാസമടക്കി പിടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്നൊരു മികച്ച സർവൈവൽ ത്രില്ലർ ചിത്രമാണ് ഫോറസ്റ്റ് ഗാർഡ്. ഈ സിനിമ ഇപ്പോൾ ആഹ OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം സൈക്കോളജിക്കൽ സൂപ്പർ നാച്ചുറൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഉന്മാദം. ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോപ്പൻ, ലിജോ മോൾ ജോസ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സിനിമയുടെ ആദ്യ പകുതി ഒരു ഫാമിലി ഡ്രാമയായി തുടങ്ങി പിന്നീട് അത് മിസ്റ്ററിയിലേക്കും ഹൊറർ ഘടകങ്ങളുള്ള ഒരു അന്വേഷണത്തിലേക്കും വഴിമാറുന്നു. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 7 കോടിക്കുള്ളിലാണ്. എന്നാൽ ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 5,51,00,000-നും 6,16,00,000-നും ഉള്ളിലാണ്. സോണി ലിവാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി സർവൈവൽ മെഡിക്കൽ ഡ്രാമയാണ് ഭാരത് ഭാഗ്യവി ദാത്ത. മനോജ് തബാഡിയ സംവിധാനം ചെയ്ത് കങ്കണ റണാവത്ത്, ഗിരിജ ഓക്ക്, സ്മിത താംബെ എന്നിവർ പ്രധാന വേഷങ്ങളെത്തി 2026 ജൂൺ മാസം 12-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ 2008-ലെ മുംബൈ ഭീകരാക്രമണ സമയത്ത് കാമ ഹോസ്പിറ്റലിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് ഭീകരർ ഇരച്ചു കയറുമ്പോഴും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ രോഗികളെ സംരക്ഷിച്ച സാധാരണക്കാരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെ കഥയാണ് ഈ സിനിമയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ സിനിമ ഇപ്പോൾ C5-യുടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു സൂപ്പർ ഹീറോ മിസ്റ്ററി വെബ് സീരീസ് ആണ് ലാൻഡേൺസ്. അമേരിക്കയിലെ നെബ്രാസ്കയിൽ നടക്കുന്ന ഒരു നിഗൂഢമായ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രണ്ടുപേരെത്തുന്നതും ഇത് സാധാരണമായ ഒരു കൊലപാതകമല്ലെന്നും ഇതിന് പിന്നിൽ പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു വിപത്തുണ്ടെന്നും ഇവർ തിരിച്ചറിയുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് ഓരോ ആഴ്ചയിലും ഓരോ എപ്പിസോഡുകൾ വീതം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 17 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് റൊമാന്റിക് കോമഡി ചിത്രമാണ് അൻപെ ഡയാന. പാരി ഇളവഴകൻ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പാരി ഇളവഴകനും രമ്യ രംഗനാഥുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു തെലുങ്ക് കുടുംബത്തിലെ യുവാവും ആംഗ്ലോ ഇന്ത്യൻ പെൺകുട്ടിയായ ഡയാനയും തമ്മിലുള്ള പ്രണയമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ഒരു സാധാരണ റൊമാന്റിക് കോമഡി ചിത്രം എന്നതിലുപരി ഒരു ഫീൽ ഗുഡ് അനുഭവം സമ്മാനിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. സോണി ലിവിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് കോക്ടെയിൽ 2. പ്രശസ്തമായ കോക്ടെയിൽ സിനിമയുടെ രണ്ടാം ഭാഗമാണ് കോക്ടെയിൽ 2. ഹോമി അദജാനിയ സംവിധാനം ചെയ്ത് ഷാഹിദ് കപൂർ, കൃതി സനോൻ, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് റൊമാന്റിക് കോമഡി മൂവിയാണ് ഹാർട്ടിൻ. ചെന്നൈയുടെയും ജയ്പൂരിന്റെയും പശ്ചാത്തലത്തിൽ കിഷോർ കുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സനന്ത് മഡോണ സെബാസ്റ്റ്യൻ, എമയ ടി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. 2026 ജൂൺ മാസം 26-ന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇപ്പോൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് മോൺസ്റ്റർ ആന്തോളജി സീരീസിന്റെ 4ാം ഭാഗമായ മോൺസ്റ്റർ ദ ലിസി ബോർഡൻ സ്റ്റോറി. 1892-ൽ അമേരിക്കയിൽ നടന്ന പ്രശസ്തമായ ഇരട്ട കൊലപാതകത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ട്രൂ ക്രൈം സീരീസിൽ ധനിക കുടുംബത്തിലെ മകളായ ലിസി ബോർഡൻ തന്റെ അച്ഛനെയും രണ്ടാനമ്മയെയും മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. എന്നാൽ കോടതി വരെ കുറ്റവിമുക്തയാക്കുകയും ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ മാസം 17 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.